എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തിരുവോണ ദിനമാണ്. എല്ലാവരും തിരുവോണ ആഘോഷങ്ങളുടെ ആലസ്യത്തിലുമാവാം. എങ്കിലും നമുക്ക് വരയ്ക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അതുകൊണ്ട് നമ്മളിന്ന് ഒരു ജിറാഫിനെ വരയ്ക്കുന്നു. ഇത് വരയ്ക്കുന്ന രീതി നിങ്ങൾക്ക് വളരെ വേഗം ചെയ്യാനാവുന്ന ഒന്നാണ്. ഞാൻ ഈ പേപ്പറിൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കുറച്ച് ഒക്കെ അതിൻ്റെ നീളമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് വരയ്ക്കുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒരു ചിത്രത്തിൻ്റെ പൂർണ്ണതയേക്കാളേറെ അത് വരയ്ക്കുന്ന ഒരു രീതി, ഒരു ചിത്രത്തിൽ ഒബ്സർവ് ചെയ്യുകയും അതിനെ നമ്മൾ പേപ്പറിലേക്ക് ആവാഹിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്. അതാണ് പഠിക്കേണ്ടത്. പെൻസിലിൻ്റെ ചലനം, നമ്മൾ എത്രമാത്രം പ്രഷർ കൊടുക്കുന്നു, എവിടെയൊക്കെയാണ് ഷെയ്ഡ് കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് ചിത്രകല പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ വസ്തുവിനെ നോക്കി വരയ്ക്കുന്ന രീതിയെങ്കിലും നമ്മൾ മിനിമം പഠിച്ചു കഴിഞ്ഞാൽ ഏത് ചിത്രവും നമുക്ക് അനായാസേന നമ്മുടെ വിരലുകളിൽ വഴങ്ങി വരുന്നതാണ്. ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് വളരെ പതിയെ വരച്ച് പഠിക്കാനാവുന്ന ചിത്രങ്ങൾ മാത്രമാണ്, അതും ഏറ്റവും ലളിതമായി ആയിട്ടാണ് നമ്മളിവിടെ വരച്ച് കാണിക്കുന്നത്. നമ്മുടെ ചിത്രകലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ബേസിക് ഡ്രോയിങ് തൊട്ട് പഠിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. അതെല്ലാം വിശദീകരണത്തോടു കൂടിയാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളെ വിശ്വസിച്ച് ചിത്രകല പഠിക്കാനെത്തുന്ന ഓരോരുത്തർക്കും അവർക്ക് എത്രമാത്രം നന്നാക്കി മനസ്സിലായി ചിത്രം വരയ്ക്കാൻ സാധിക്കുന്നു അത്രമാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊരു കർമ്മ പദ്ധതി കൂടിയാണ്. നമുക്ക് ഏവർക്കും നമ്മുടെ ഉള്ളിലെ കലയെ തൊട്ടറിയാനാവണം. അതാണ് ജീവിതത്തിൻ്റെ ഒരു ധന്യത എന്ന് പറയുന്നത്. വെറുതെ ജീവിച്ച് തീർക്കുകയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ആനന്ദത്തെ നമുക്ക് കണ്ടെത്താനാവണം. അതിനെത്രയോ വഴികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചം നമ്മളിൽ ഓരോരുത്തരിലും ഓരോ തരം കഴിവുകളെ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ചിലരതിനെ അറിയാറില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാറില്ല. നമ്മൾ പറയുന്നത് ചിത്രകല മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഇതുവരെ നിങ്ങൾ തൊട്ടുണർത്താത്ത അനേകം അറിവുകളും കഴിവുകളും ഇങ്ങനെയുണ്ട്. അതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു നല്ല ദിനത്തിൽ ഈ ചിത്രം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. വരയ്ക്കുക, എന്നിട്ട് ചിത്രങ്ങൾ അയച്ചു തരിക. അപ്പോൾ അടുത്ത ചിത്രവുമായി നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് ഇഷ്ടം.